മരിയസ്ഥാനം വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം മരിയസ്ഥാനം 27 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മരിയസ്ഥാനത്തെ പറയുമ്പോഴൊക്കെ കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത് എന്ന് എല്ലാവരും വിശേഷിപ്പിക്കാറുണ്ട്. അതിന് കാരണം 98 മരിയസ്ഥാനം ആരംഭിച്ച ഒരു വാടക വീട്ടിലാണ്. മിനിച്ചി താലൂക്കിൽ കെടതിയൂർ കരയിൽ പുലിമലക്കുന്ന് എന്ന സ്ഥലത്ത് കിഴക്കേക്കര ജോസ് തോമസിൻ്റെ വീട്ടിലാണ് ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു കുഞ്ഞു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് മാറി താമസിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയും. ആ സമയത്ത് ആണ് ഞാനൊരാളെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാനായിട്ട് തയ്യാറായത്. അതൊരു വലിയ ദൈവാനുഭവത്തിൻ്റെ ഭാഗമാണ്, അത് പിന്നീട് പറയാം. അപ്പം അങ്ങനെ ആളുകൾ വർദ്ധിച്ചു വന്ന സമയത്ത് ജോസിയേട്ടൻ്റെ ഒരു പഴയ കാലിത്തൊഴുത്ത് പശുവിനെ അന്ന് കിട്ടുന്നില്ല, അപ്പോൾ അത് റിപ്പയർ ചെയ്തെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കാലിത്തൊഴുത്തിലാണ് മരിയസ്ഥാനം രജിസ്റ്റർ ചെയ്യപ്പെട്ടതും ആളുകളെ താമസിപ്പിച്ചു തുടങ്ങിയത്. 10-30ഓളം ആളുകൾക്ക് താമസിക്കാവുന്ന മുഴുപ്പിലുള്ള ഒരു തൊഴുത്തായിരുന്നു. പിന്നീട് അതിനുശേഷം ഒരു 1.5 വർഷത്തിന് ശേഷം തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് കാനാട്ടുപാറയിലേക്ക് മാറുമ്പോൾ അവിടെ സ്ഥലം തികയാതെ വന്നു. ഇവിടെ വന്ന് കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ കൈതൊഴിലെ ഈപ്പച്ചൻ ചേട്ടൻ, അത് എൻ്റെ ഒരു സുഹൃത്ത് കുര്യൻ്റെ ഫാദറാണ്. അദ്ദേഹം ഇവിടെ തൊട്ടടുത്ത് തന്നെ അവരുടെ ഒരു പഴയ വീടുണ്ടായിരുന്നു, വലിയൊരു തൊഴുത്തുണ്ടായിരുന്നു. ആ തൊഴുത്ത് മുഴുവൻ പൊളിച്ചെടുത്തോളാൻ പറഞ്ഞു കെട്ടിടം പണിയാനായിട്ട്. അതൊരു നിമിത്തമായിട്ട് ഞാൻ കാണുകയാണ്. ഇത് കൈതൊഴിലെ ഈപ്പച്ചൻ ചേട്ടൻ്റെ വീട്ടിലെ പുരാതനമായ ആ വീട്ടിലെ തൊഴുത്തിൻ്റെ ഫ്രെയിമുകളാണ്. അതുപോലെ അതിൻ്റെ ഉള്ളിലെ പല തടികളും മരിയസ്ഥാനം പണിയാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കാലിത്തൊഴുത്തും മരിയസ്ഥാനമായിട്ട് നല്ല ഒരു ബന്ധം. ഈശോ ജനിച്ചതും കാലിത്തൊഴുത്തിലാണല്ലോ. തന്നെയുമല്ല, 2000 ആയപ്പോഴേക്കും യാദൃശ്യമായിട്ട് ഞാനിവിടെ ഓഫീസിലിരിക്കുമ്പോൾ 2 പേര് വന്നു. ഒന്ന് അലക്സ് മേനാമ്പറമ്പിലാണ്, കൂടെ പ്രശസ്ത സാഹിത്യകാരനും എഴുത്തുകാരനുമായ സക്രിയ എന്ന വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ സമയം ഇവിടെ ചെലവഴിച്ചു, ഇവിടെ എല്ലാം കണ്ടു. അദ്ദേഹം പോയി. ആ സമയത്ത് ഇദ്ദേഹം എഴുത്തുകാരനാണ്, സാഹിത്യപരമായിട്ട് എനിക്ക് വലിയ ബന്ധങ്ങളില്ല, വലിയ വായനയൊന്നും ഉള്ള ആളല്ല ഞാൻ. അപ്പം അങ്ങനെ പിറ്റേ പ്രാവശ്യത്തെ ഇന്ത്യ ടുഡേയിൽ വലിയ തലക്കെട്ടോടുകൂടി ഒരു പേജ് ഫുൾ സക്രിയയുടെ ഓളം എന്നത് ആ പുള്ളിയുടെ ഒരു പതിവ് ഓളമാണ്. അതിനകത്ത് എഴുതിയിരുന്നത് കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 10ാം വാർഷികത്തിനും അദ്ദേഹം വിസ്മയം എന്ന മാഗസിനിലും ഈ കാലിത്തൊഴുത്തിനെ പറ്റി എഴുതി. 25ാമത് വാർഷികം നടക്കുന്ന സമയത്ത് 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കേരളകൗമുദി ഇറക്കിയ ഒരു മാഗസിനിൽ സക്രിയ സാറ് വീണ്ടും കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇതാണ് കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത്. ഇതെൻ്റെ ഒരു സഹപാഠി ഡാളസിലുള്ള പാലക്കാരനായ സെബാസ്റ്റ്യൻ കാമാണിയാണ് ഇതിൻ്റെ നേതൃത്വം വഹിച്ചത്. മറ്റ് സുഹൃത്തുക്കളൊക്കെ കൂടി പണം മുടക്കി. മറ്റൊരു സുഹൃത്ത് എൻ്റെ സഹപാഠിയായ VC തോമസ് നടത്തുന്ന VC പബ്ലിക്കേഷനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. ഈ പുസ്തകത്തിന് പേര് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പം നേരത്തെ ഇത് നമ്മുടെ സക്രിയ സാറ് 2000 ഇട്ട ആ പേര് തന്നെയാണ് മനസ്സിൽ വന്നത്, കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത്. അങ്ങനെയാണ് ഈ പുസ്തകത്തിനും ആ പേര് കൊടുക്കാനിടയായത്. ഈ പുസ്തകം എഴുതിയത് ജിൻഡോ കെ ജോണാണ്. ഇപ്പോൾ കാലിത്തൊഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകരക്ഷകനായ മിശിഹ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. സകല ജനതകൾക്കുള്ള ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൂതാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അവിടുത്തെ കാണാനായിട്ട് ആട്ടിടയന്മാർ തുടങ്ങി മഹാരാജാക്കന്മാർ വരെ ചെന്നു. എന്ന് പറഞ്ഞ പോലെ മരിയസ്ഥാനത്തിലെ ഈ കാലിത്തൊഴുത്തിൽ ഒട്ടനവധി ആളുകൾ താമസിച്ചു വരികയാണ്. 10,000-ന് മേലെ ആളുകൾ ഇവിടെ വന്നു പോയി കഴിഞ്ഞു. ഇവരെയൊക്കെ കാണാനായിട്ട് രാജാക്കന്മാർ, അതുപോലെ സാധാരണക്കാരായ ആളുകൾ, ബിഷപ്പുമാർ, മന്ത്രിമാർ, അപ്പോൾ സമൂഹത്തിലെ മഹാരഥന്മാരും പണ്ഡിതന്മാരുമായ ഒട്ടനവധി ആളുകൾ ഇതുവരെ വന്നു കഴിഞ്ഞു. ഇതൊരു വലിയ നിമിത്തമായി കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.